10-30ഓളം 10-25-30 എം എൽ എമാരെയും കൊണ്ടുപോയിട്ടുണ്ട്. ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്നല്ല പോകും. കോൺഗ്രസിൻ്റെ എം എൽ എമാരും 4 പേരെ ജയിച്ചോളൂ, 4 പേരും ബി ജെ പിയിലേക്ക് പോകാൻ കട്ടി നിൽക്കുന്നു. ചുരുക്കത്തിൽ അവിടെ CPM-ൻ്റെ CPM-L എന്നൊക്കെ പറഞ്ഞ് 2-3 പേരൊക്കെ ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊഴിച്ചിട്ട് മഹാഭൂരിപക്ഷം പേരും 203-ൽ 40 പേര് ഇപ്പോൾ ഇപ്പുറത്തുണ്ടെങ്കിൽ 40 പേരിൽ ഒരു 30 പേരെങ്കിലും ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതൊരു വല്ലാത്ത വാർത്തയാണ്. രണ്ടാമതൊരു വാർത്ത വളരെ പ്രധാനമായി നമ്മുടെ PR സുനിലും നമ്മുടെ ഡോക്ടർ അരുണും കൂടി ഒരു നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ, നമ്മുടെ മരമുറിക്കുന്ന ചാനലിൽ ഒരു മരമുറി നടത്തി, ഒരു പ്രസ്താവന നടത്തി. പക്ഷേ അവർ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ അത് ചിലപ്പം വേറെപ്പം ബി ജെ പിക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് അതവർ പറഞ്ഞില്ല. ഞാൻ ബി ജെ പിക്ക് ഗുണം ചെയ്യേണ്ട കാര്യം പറയണോ വേണ്ടേ എന്നുള്ളതല്ല, പക്ഷേ യഥാർത്ഥ കാര്യം അവർ മറയ്ക്കുന്നു എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിൽ 39 സീറ്റിൽ 37 മുസ്ലിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള 39 സീറ്റിൽ 27 സീറ്റും NDA അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജയിച്ചത്. അതായത് 39-ൽ 27 സീറ്റും 27 പോയിട്ട് പിന്നെ 12 സീറ്റ് ഒഴിച്ചിട്ടാണ് മറ്റേ പാർട്ടി ജയിച്ചിരിക്കുന്നത്. നമ്മുടെ തേജസ്വി യാദവിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ. ബാക്കിയുള്ള 27 സീറ്റ് ജയിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. സീമാഞ്ചൽ മേഖലയിൽ 14 സീറ്റ് പിടിച്ചിരിക്കുന്നു BJP. സീമാഞ്ചൽ മേഖല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വലിയ ബന്ധമുള്ള മേഖലയാണ്.